മാത്യു തോമസിനെ നായകനാക്കി ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലവ്ലി. ഈച്ചയും മനുഷ്യരും തമ്മിലുള്ള അപൂർവമായൊരു ആത്മബന്ധത്തിന്റെ കഥ പറഞ്ഞ ചിത്രം 3D ആയി മെയ് 16-നാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം പുകയുകയാണ്. പകർപ്പവകാശ ലംഘനം ആരോപിച്ച് രാജമൗലി ചിത്രമായ ഈഗയുടെ നിർമ്മാതാവ് സായി കൊറബതി ലവ്ലിയുടെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സിനിമയിൽ VFX വഴി ചെയ്തിരിക്കുന്ന ഈച്ച തങ്ങളുടെ സിനിമയിലെ ഈച്ചയുടെ അതേ കോപ്പിയാണെന്നാണ് ഇവരുടെ ആരോപണം. ആരോപണം നിഷേധിച്ച ലവ്ലി സിനിമയുടെ സംവിധായകൻ ദിലീഷ് കരുണാകരൻ വിഷയം നിയമപരമായി നേരിടുമെന്നറിയിച്ചു. ഈച്ചയുടെ കഥാപാത്ര രൂപകൽപ്പന ഈഗ ടീമിന്റെ ബൌദ്ധിക സ്വത്താണെന്നും സിനിമയുടെ എല്ലാ ദൃശ്യ സൗന്ദര്യ ആഖ്യാന ഘടകങ്ങളുടെയും പൂർണ്ണാവകാശം അവർക്കാണെന്നും നോട്ടീസിൽ അവകാശപ്പെടുന്നു. തങ്ങളുടെ ക്ലയന്റിന്റെ വ്യക്തമായ സമ്മതമില്ലാതെ ഈ കഥാപാത്രത്തിന്റെ ഏതെങ്കിലും പുനർനിർമ്മാണമോ അനുകരണമോ നിയമപ്രകാരം പകർപ്പവകാശ ലംഘനമാണെന്നും നോട്ടീസിൽ പറയുന്നു. അതേസമയം സംവിധായകൻ ദിലീഷ് കരുണാകരൻ കോപ്പിയുടെ ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സിനിമയുടെ CGI സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്തതാണെന്നും ഇതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ടീമിന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. ഒരു ഈച്ചയാണ് ലവ്ലി എന്ന ചിത്രത്തിൽ നായികയായി എത്തിയത്. വേനൽ അവധിക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ 3D ചിത്രം പുറത്തിറങ്ങിയത്. ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ഹൈബ്രിഡ് ചിത്രം എന്ന പ്രത്യേകതയും ലവ്ലിക്കുണ്ടായിരുന്നു. ഹോളിവുഡിലും മറ്റു മുഖ്യധാരാ സിനിമാ താരങ്ങൾ തന്നെ ആനിമേറ്റഡ് ക്യാരക്ടറുകൾക്ക് ശബ്ദം നൽകുന്നതുപോലെ ഈ ചിത്രത്തിൽ നായികയായി എത്തുന്ന ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് മലയാള സിനിമയിൽ സജീവമായ ഒരു താരമാണ്. ടമാർ പഠാർ എന്ന ചിത്രത്തിന് ശേഷം ദിലീഷ് കരുണാകരൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലവ്ലി. എന്നാൽ സാമ്പത്തികമായി പരാജയപ്പെട്ട ചിത്രം കഴിഞ്ഞ ദിവസം OTT-യിലെത്തിയിരുന്നു. സെമി ഫാന്റസി ജോണറിലെത്തിയ ചിത്രം വെസ്റ്റേൺ ഗഡ്സ് പ്രൊഡക്ഷൻസിന്റെയും നേനി എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ ശരണ്യയും ഡോക്ടർ അമർ രാമചന്ദ്രനും ചേർന്നാണ് നിർമ്മിച്ചത്. മാത്യു തോമസിനെ കൂടാതെ മനോജ് K. ജയൻ, KPSC ലീല തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സംവിധായകൻ ആഷിഖ് അബുവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.